BDJS NDA മുന്നണി വിടില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. മുന്നണി ബന്ധത്തിൽ BDJS തൃപ്തരാണ്. മുന്നണി വിടണം എന്ന വാർത്തകൾ വ്യാജമാണെന്നും തുഷാർ വെള്ളാപ്പള്ളി വിശദീകരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDAയോടൊപ്പം തന്നെയായിരിക്കും ഞങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ അതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ സ്ഥലത്തുമുള്ള ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും എല്ലാം ഡിസ്കഷനുകൾ ആരംഭിച്ച് കഴിഞ്ഞു. എവിടെയൊക്കെ സീറ്റുകൾ എങ്ങനെ വാങ്ങിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു പ്രമേയം അങ്ങനൊരു യോഗത്തിൽ വന്നിട്ടില്ല. BDJSനുള്ളിൽ അങ്ങനെ ഒരു ഭിന്നതയൊന്നുമില്ല. അത് പഞ്ചായത്ത് തലത്തിലുള്ള ആളുകൾ അവരുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറഞ്ഞ സമയത്ത് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ആലോചിച്ച് തീരുമാനം സംസ്ഥാന പ്രസിഡന്റ് എടുക്കാൻ വേണ്ടി തന്നെയാണ് അവർ പറഞ്ഞത്. അല്ലാതെ ഒരു കാരണവശാലും അങ്ങനെ ഭിന്നതയോ ഇതൊന്നും അവരാരും പറഞ്ഞിട്ടില്ല. ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഈ വാർത്തയുടെ വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. മനീഷ്, BDJSനകത്ത് തന്നെ അസ്വസ്ഥത രൂപപ്പെട്ടുവെന്നും മുന്നണി വിടാൻ വേണ്ടിയുള്ള സമ്മർദ്ദം അതിനകത്ത് തന്നെ ഉയരുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ വേണമല്ലോ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ ഉറപ്പിനെ നമ്മൾ കാണാൻ. എന്താണ് അദ്ദേഹം പറയുന്നത്? ഗോപികൃഷ്ണൻ, അങ്ങനെ തന്നെയാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. 2015 BDJS പാർട്ടി രൂപീകരിച്ച ഘട്ടത്തിൽ കിട്ടിയ പരിഗണന, അതായത് ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 35 സീറ്റുകളായിരുന്നു ലഭിച്ചിരുന്നത്. പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് 15ആയി ചുരുങ്ങി. അതുപോലെ തന്നെ നേരത്തെ 2 കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനം ഇവർക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും അത്തരത്തിലുള്ള ഒരു അംഗീകാരമോ പരിഗണനയോ ലഭിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കോട്ടയത്ത് ചേർന്ന പഠന ക്യാമ്പിൽ ഈ രീതിയിൽ തങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന വിഷയം ഉയർന്നു വന്നത്. അതൊരു പ്രമേയമായി, രേഖാമൂലമുള്ള പ്രമേയമല്ല, അത് പാസ്സാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. അങ്ങനെ രേഖാമൂലമുള്ളൊരു പ്രമേയമല്ല. അങ്ങനെ ഉണ്ടായ ഒരു ചർച്ചയിൽ ചില പ്രാദേശിക നേതാക്കൾ ഇങ്ങനെ ഒരു വികാരം അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം പങ്കുവെച്ചു എന്നത് മാത്രമാണ്. അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ഈ വരുന്ന 1-ാം തീയതി ഇവരുടെ BDJSന്റെ സംസ്ഥാന നിർവാഹക സമിതി യോഗം ആലപ്പുഴ കണിച്ചുകുളങ്ങളിൽ വെച്ച് ചേരുന്നുണ്ട്. ഏതെങ്കിലും പ്രാദേശിക നേതാക്കൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും വിയോജിപ്പോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കപ്പെടും. ഒപ്പം തന്നെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BDJS BJPയോടൊപ്പം NDA മുന്നണിയുടെ ഭാഗമായി തന്നെ അണിനിരക്കും. അതിനോടനുബന്ധിച്ചുള്ള സീറ്റ് വിഭജന ചർച്ചയൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനം അത് തങ്ങൾക്ക് ആണ് ലഭിക്കുന്നത് എന്ന് കൂടി തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നുണ്ട്. BJP നേതൃത്വം അല്ലെങ്കിൽ NDA മുന്നണിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ ഈ സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനം BDJSന് നൽകാനുള്ള ധാരണയായിട്ടുണ്ടെന്നും പാർട്ടിയിൽ BDJSൽ ആർക്കാണ് ആ സ്ഥാനം കൊടുക്കേണ്ടത് എന്നടക്കമുള്ള തീരുമാനമായിട്ടുണ്ട്. ഒപ്പം തന്നെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിസ്ഥാനത്തേക്കോ കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്കോ ഒക്കെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്ന ആക്ഷേപം അത് വ്യാജമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിൽ അടിസ്ഥാനരഹിതമാണ്. MP സ്ഥാനമോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നേരത്തെ തന്നെ പരിഗണിച്ചിട്ടുള്ളതാണ്. അത് വേണ്ട എന്ന് തീരുമാനിച്ചത് തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ്. പിന്നീടുണ്ടാകുന്ന ഇത്തരം ചർച്ചകൾ അത് മറ്റ് ചില ആളുകൾ ഉണ്ടാക്കിയെടുത്ത്, പാർട്ടിയുമായി ബന്ധമില്ലാത്ത ചില ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. അതൊന്നും വാസ്തവമില്ല. എന്താണെങ്കിലും തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. BDJS NDA മുന്നണിയുടെ ഭാഗമായി തന്നെ തുടരുമെന്നും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായി സീറ്റ് വിഭജന ചർച്ചകളൊക്കെ നടത്തി തെരഞ്ഞെടുപ്പിൽ അവർക്കൊപ്പം തന്നെ മുന്നേറുമെന്ന് കൂടിയാണ് അറിയിക്കുന്നത്. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. BDJS NDA മുന്നണിയിൽ തന്നെ തുടരും. മറ്റു ഏതെങ്കിലും തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മനീഷ് മഹിപാൽ.